കേരള മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളിൽ അത്യപൂർവം വരുന്ന ഒന്നോ രണ്ടോ പേരെയേ കണ്ടിട്ടുള്ളൂ. ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ്ങീ സൂചിപ്പിച്ച ഈ MLA അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ CPM-നെ അലോസരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ ആകെ പ്രശ്നമാണ്. കോൺഗ്രസിന് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ട് അവർ പുറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അവശിഷ്ടം തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എഴുതി? ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നിങ്ങൾ തീരുമാനിച്ച് പറയണം. അതല്ലാതെ ഇമാതിരി വെളുപ്പിക്കുന്ന ദയവായിട്ട് ഒരു സ്ഥാപനത്തിൽ വന്ന് ഇപ്പോഴും നിങ്ങളുടെ അവസരം ഉപയോഗിക്കരുത്. അത് മനുഷ്യർക്ക് ചേർന്നതല്ല. അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഡോക്ടർ ജിൻഡോ ജോൺ പിന്നെ തുടങ്ങിയേക്കാം. ജയിക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് പരാതിക്കാരി? ഇനി മാധു പറഞ്ഞല്ലോ നാളെ തരങ്ങും വിലങ്ങും ആക്രമണം നടക്കുന്നു. അക്രമത്തിന്റെ കുന്തമുന ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത്? മുകേഷ് ആണോ? P ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്? അപ്പൊ കുറച്ചുകൂടി നന്നാവും. കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അക്കാര്യത്തിൽ FIR ഇട്ട് കേസെടുത്ത് ബാക്കി നടപടികളുമായിട്ട് പോണ്ടേ? ഇത്രയും ദിവസമായില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ധൈര്യമില്ല? ഇനി അടുത്തത് ജനം തീരുമാനിക്കുന്നു പറയും. ജനങ്ങളുടെ തീരുമാനത്തിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ജനം തീരുമാനിക്കുമെന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട മുകേഷ് നിയമസഭയിൽ വന്നു കയറിയപ്പോൾ ജനങ്ങളുടെ തീരുമാന പ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? എന്താ ഉറക്കം വരുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഴുപ്പെന്നാണ് ജയിക്ക് അഭിസംബോധന ചെയ്തത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുതലാളി മറന്നുപോയതാ. അപ്പൊ നമ്മളൊരു ആരോപണം വരുമ്പോ ഒരു വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ P ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന CKP പത്മനാഭൻ ഉണ്ട്. അപ്പൊ P ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴുപ്പങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? PK ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും KTDCയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴുപ്പിനെ പൊതുജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ? അപ്പൊ വിഴുപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ.